പ്രേംലാലേട്ടാ, ഈ കോടതിക്ക് എന്താ സംഭവിച്ചത്? ഈ മുംബൈ തീവണ്ടി ആക്രമണ കേസിലെ പ്രതികളെയൊക്കെ വെറുതെ വിട്ടു. അതൊരു ശരിയായ തീരുമാനമായിരുന്നോ? എന്താ കോടതി അതിൽ വീക്ഷിച്ച കാര്യങ്ങൾ? അതായത് നമ്മുടെ ഒരു പൊതു ധാരണയുണ്ട്, ഒരു സ്ഫോടനം നടന്നു കഴിഞ്ഞാൽ അതിലെ പ്രതികളെയൊക്കെ പിടിക്കുന്നു, അവർ പ്രതികൾ തന്നെയാണ്, അവരെ മാതൃകാപരമായി ശിക്ഷിക്കണം, പറ്റുമെങ്കിൽ തൂക്കിക്കൊല്ലണം. ഇതൊക്കെ നമ്മുടെ ഒരു പൊതുബോധത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ കോടതികൾ എപ്പോഴും പ്രവർത്തിക്കുന്നത് അവർക്ക് മുമ്പിലുള്ള വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ്. അവർ തെളിവാണ് പരിഗണിക്കുന്നത്. ആ കേസിൽ അത് എങ്ങനെയാണ് ആ കേസ് ഫ്രെയിം ചെയ്തിരിക്കുന്നത്, ഒരുപാട് സാങ്കേതിക വശങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ സിനിമകളിൽ കാണുമ്പോൾ മാത്രമാണ് വില്ലൻ അവസാനം ശിക്ഷിക്കപ്പെടണം, അത് ആ ഒരു തിരക്കഥ അതങ്ങനെ തന്നെ നടക്കുകയുള്ളൂ, സിനിമകളിൽ മാത്രമേ നടക്കുകയുള്ളൂ. പക്ഷേ യാഥാർത്ഥ്യത്തിൽ അത് അങ്ങനെ തന്നെ നടക്കണമെന്ന് ഒരു നിർബന്ധമില്ല. എത്ര വലിയ പ്രമാദമായ കേസാണെങ്കിലും മര്യാദക്ക് ആ കേസ് അന്വേഷിച്ച് കൃത്യമായ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കിയില്ലെങ്കിൽ കേസ് പാളിപ്പോവും. ചിലപ്പം ഏറ്റവും വലിയ ക്രിമിനൽ വിശുദ്ധനായി മാറും ഒറ്റ ദിവസം കൊണ്ട്. ഒരു പക്ഷേ അത് തന്നെ ആയിരിക്കണം ഈ കേസിൽ നടന്നിട്ടുണ്ടാകുക. 2006 കൃത്യം പറഞ്ഞാൽ 2006 ജൂലൈ 11 അന്നാണ് ഈ മുംബൈയിൽ സ്ഫോടന പരമ്പര നടക്കുന്നത്. അതായത് ട്രെയിനിൽ, സബർബൻ ട്രെയിൻ എന്നാണ് പറയുക, ലോക്കൽ ട്രെയിൻ, നമ്മുടെ പാസഞ്ചർ ട്രെയിൻ പോലെയുള്ള, അവിടെ ഭയങ്കര തിക്കും തിരക്കുമുള്ള മുംബൈയിലെ സബർബൻ ട്രെയിൻ എന്ന് പറഞ്ഞാൽ യൂട്യൂബിലൊക്കെ ഒന്ന് വീഡിയോ കണ്ടാൽ നമുക്ക് ദയനീയമായ കാഴ്ചയാണ്, തിങ്ങി ഞെരുങ്ങിയാണ് ആളുകൾ പോകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സബർബൻ ട്രെയിനിൽ നടന്ന സ്ഫോടന പരമ്പരയാണ് ഈ 2006 ഈ കേസ്. 7 ബോംബുകളാണ് പൊട്ടിത്തെറിച്ചത്. അതായത് പല ട്രെയിനുകളിലായി പല ബോഗികളിലായി അങ്ങനെ 7 ബോംബുകളാണ് പൊട്ടിത്തെറിച്ചത്. ഒരു സ്ഫോടന പരമ്പരയാണ് ഉണ്ടായത്. ഒരിടത്തല്ല, പലയിടങ്ങളിലായിട്ടാണ് സ്ഫോടനം നടന്നത്. അതായത് കൃത്യം പറഞ്ഞാൽ അന്ന് വൈകിട്ട് 6:24 മുതൽ 6:35 വരെയുള്ള സമയം. ആ സമയം ശ്രദ്ധിക്കുക. ഈ ജോലിയൊക്കെ കഴിഞ്ഞ ആളുകൾ അവരുടെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് മടങ്ങി പോകാനായിട്ട് തിങ്ങി ഞെരുങ്ങി യാത്ര ചെയ്യുന്ന സമയമാണത്. നല്ല തിരക്കുള്ള സമയമാണ്. ഈ സ്ഫോടനം നടത്താനായിട്ട് ഉപയോഗിച്ചത് പ്രഷർ കുക്കറാണ്. പ്രഷർ കുക്കറിൻ്റെ അകത്താണ് സ്ഫോടക വസ്തു സെറ്റ് ചെയ്തിരുന്നത്. പ്രഷർ കുക്കർ സാധാരണ നമ്മുടെ ഈ വീടുകളിൽ പ്രഷർ കുക്കർ പൊട്ടിത്തെറിച്ചുള്ള അപകടങ്ങളുടെ ദൃശ്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അപ്പോൾ അത്രയ്ക്ക് അതിൻ്റെ ഭീകരത അല്ലെങ്കിൽ ആ സ്ഫോടനത്തിൻ്റെ തീവ്രത വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഈ സ്ഫോടക വസ്തു പ്രഷർ കുക്കറിൻ്റെ അകത്ത് സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. ഉപയോഗിച്ചത് RDXും അമോണിയം നൈട്രേറ്റും ആണെന്ന് പിന്നീടുള്ള അന്വേഷണത്തിൽ മനസ്സിലായി. അപ്പോൾ ഈ അപകടത്തിൽ മൊത്തം 209 പേരാണ് മരിച്ചത്. ഏതാണ്ട് 700ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അപ്പോൾ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണങ്ങളിൽ ഒന്നാണ് ഇത്. ഇതിൻ്റെ ഉത്തരവാദിത്തം ഈ ലഷ്കർ-ഇ തോയ്ബയുടെ ഒരു പോഷക സംഘടനയായ ലഷ്കർ-ഇ-കാഹിർ എന്ന് പറയുന്ന ഒരു സംഘടനയാണ് ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. അവരവകാശപ്പെട്ടത് 16 പേരെയാണ് അവർ ഈ പറയുന്ന സ്ഫോടനം നടത്താൻ വേണ്ടി ചുമതലപ്പെടുത്തിയിരുന്നത്. അവരെല്ലാവരും സുരക്ഷിതമായി മടങ്ങിയെത്തി എന്നുള്ളതാണ് അവരവകാശപ്പെട്ടത്. അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് 12 പേരെയാണ്, അതായത് ആകെ അന്ന് മൊത്തം ഈ കേസുമായി ബന്ധപ്പെട്ട് 350ഓളം പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അതിൽ നിന്ന് ഏതാണ്ട് 12ഓളം പേരെ പ്രതിപ്പട്ടികയിലേക്ക് കൊണ്ടുവന്നു. അവരെ കൃത്യമായി പറഞ്ഞാൽ മഹാരാഷ്ട്ര കൺട്രോൾ ഓഫ് ഓർഗനൈസ്ഡ് ക്രൈം ആക്ട് പ്രകാരം ഒരു കോടതി രൂപീകരിച്ചിരുന്നു. ആ കോടതി 2015 ഈ 12 പേരിൽ 5 പേരെ വധശിക്ഷയ്ക്ക് വിധിച്ചു. ബാക്കിയുള്ള 7 പേരെ തടവ് ശിക്ഷയ്ക്ക്, അത് ജീവപര്യന്തം തടവിനും വേണ്ടി ശിക്ഷിച്ചിരുന്നു. അപ്പോൾ ഈ കേസിൽ ഒരു പ്രതി, അതായത് കമാൽ അൻസാരി എന്ന് പറയുന്നൊരു പ്രതി 2021 നാഗ്പൂർ ജയിലിൽ കോവിഡ് ബാധിതനായി മരിച്ചു. ബാക്കിപ്പെട്ടു 11 പേരുണ്ട്. അപ്പോൾ ഇപ്പോൾ കോടതി, അതായത് നിലവിൽ മഹാരാഷ്ട്ര ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ച് ഈ മരിച്ചുപോയ ഇയാൾ അൻസാരിനെ അടക്കം 12 പേരെ ഇപ്പോൾ കുറ്റവിമുക്തരാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇവർ കുറ്റക്കാരാണെങ്കിൽ തന്നെയും നമ്മൾ ഇനി ഇവരെ കുറ്റം ചാർത്തുന്നതിൽ വലിയ കഥയൊന്നുമില്ല. കാര്യം 2006 മുതൽ ഇവർ ഏതാണ്ട് 19 വർഷം ഇവർ തടവ് അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ജീവപര്യന്തം ശിക്ഷയാണെങ്കിൽ 14 വർഷം വെച്ചാണ് നോക്കുന്നതെങ്കിൽ തന്നെ അവരിപ്പോൾ കുറ്റവിമുക്തരാകേണ്ട സമയമായി. എന്നിരുന്നാലും ഈ കേസിൽ കോടതി കണ്ടെത്തിയത് കേസിൻ്റെ നടത്തിപ്പിൽ ഗുരുതരമായ വീഴ്ച പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി പറയുന്നു. എത്ര വലിയ പ്രമാദമായ കേസാണെങ്കിൽ ഇപ്പോൾ ഇത് തന്നെ 209 പേരുടെ മരണം, സാധാരണക്കാരല്ലേ, അതുകൊണ്ട് അവരുടെ മരണത്തിന് ആർക്കാണ് ഇത്ര ബാധ്യത ഉള്ളത്? അല്ല, ഇത് സാധാരണക്കാരുടെ അങ്ങനെ ലഘൂകരിക്കരുത്.
ഇത് ഇന്ത്യക്കെതിരെ നടന്ന ഭീകരാക്രമണം, രാജ്യ താല്പര്യമുള്ള സംഗതിയാണ്. അല്ല, അങ്ങനെയാണെങ്കിൽ അത്രത്തോളം പിന്നെ വെല്ലുവിളികൾ ഉയർത്തുന്ന രീതിയിൽ പ്രോസിക്യൂഷൻ അത്തരത്തിൽ വാദങ്ങൾ നടത്തില്ലേ? അതെ, ഇത് പ്രോസിക്യൂഷൻ പക്ഷേ ആ കാര്യത്തിൽ വമ്പൻ പരാജയമായി എന്നുള്ളതാണ് ഡിവിഷൻ ബെഞ്ചിന്റെ. സിംഗിൾ ബെഞ്ച് അല്ല, ഡിവിഷൻ ബെഞ്ച് കുറച്ചുകൂടി പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അതായത് ഡിവിഷൻ ബെഞ്ച് ജസ്റ്റിസ് രേവതി മോഹിത്തെ പിന്നെ ഗൗരി ഗോഡ്സെ, ഈ 2 പേരടങ്ങുന്ന ബെഞ്ചാണ് ഇത് കണ്ടെത്തിയേക്കുന്നത്. അവർ പറയുന്നു പ്രോസിക്യൂഷൻ ഈ ആരോപണങ്ങൾ സംശയാതീതമായി തെളിയിക്കുന്നതിൽ പരാജയപ്പെട്ടു. അതിന് അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ സാക്ഷിമൊഴികൾ ഏറിയ പങ്കും വിശ്വസനീയമല്ല. പിന്നെ ഈ സാക്ഷ്യം, അതായത് ഈ തിരിച്ചറിയൽ പരേഡ് നടത്തുമല്ലോ, ഈ തിരിച്ചറിയൽ പരേഡ് നടത്തുന്നത് ഭയങ്കര തമാശയായി മാറി. കാര്യം ഈ 2006 ഈ സ്ഫോടനം നടന്നതിന് ശേഷം ഒരു 4-5 വർഷങ്ങൾക്ക് ശേഷമാണ് പലരും തിരിച്ചറിയൽ പരേഡിന് ഹാജരാകുന്നത്. അപ്പോൾ സ്വാഭാവികമായി സംശയം ഉണ്ടാകുമല്ലോ, ഈ 4-5 വർഷത്തിന് ശേഷം എങ്ങനെ ഒരു പ്രതിയെ ഒരാൾക്ക് തിരിച്ചറിയാൻ പറ്റും? അത് കോടതിയിൽ ചലഞ്ച് ചെയ്യപ്പെട്ടു. അപ്പോൾ അത് പ്രോസിക്യൂഷൻ്റെ പരാജയമായി ചിത്രീകരിക്കപ്പെട്ടു. അതുമാത്രമല്ല, ഈ സ്ഫോടക വസ്തുക്കൾ ചിലത് കണ്ടെത്തിയിരുന്നു. ഈ RDXും മറ്റ് സ്ഫോടക വസ്തുക്കളും ചിലത് പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. എന്നാൽ ഇതിൽ ഏതെങ്കിലും തരത്തിലൊരു കൃത്രിമത്വം നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് സ്ഥാപിക്കാൻ പറ്റിയില്ല. അതായത് ഇപ്പോൾ എതിർഭാഗം വാദിക്കുമല്ലോ, ഇത് വ്യാജമായി ഉണ്ടാക്കിയ തെളിവാണെന്ന് വാദിച്ചെങ്കിലും ഈ പ്രോസിക്യൂഷൻ അത് ഖണ്ഡിക്കാൻ, അത് വാദിച്ച് സമർത്ഥിക്കാൻ സാധിച്ചില്ല. അതുമാത്രമല്ല, ഈ കോടതി കണ്ടെത്തിയ മറ്റൊരു സംഗതിയുണ്ട്. ഈ പ്രതികളിൽ പലരുടെയും കുറ്റസമ്മതം അത് കഠിനമായ ശാരീരിക പീഡനത്തിന് വിധേയമായതിൻ്റെ ഫലമായിട്ട് കൊടുത്ത കുറ്റസമ്മത മൊഴിയാണെന്ന് കോടതി നിരീക്ഷിച്ചു, അല്ലെങ്കിൽ കോടതി അങ്ങനെ കണ്ടെത്തി. അപ്പോൾ ഇത്തരത്തിൽ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട്. അതായത് ഇതിൽ ഒരു പ്രതി, അതായത് ഒരു സാക്ഷിമൊഴി നൽകിയേക്കുന്നത് ഒരു പ്രമാദമായ ക്രിമിനൽ കേസിലെ ഒരു പ്രതിയാണ്. അതായത് മുൻപ് ഏതോ ഒരു സ്ഫോടന കേസിൽ പ്രതിയായി കണ്ടെത്തിയ ഒരാളാണ് ഇതിൽ സാക്ഷിമൊഴിയിൽ വന്നിരിക്കുന്ന ഒരാൾ. അപ്പോൾ സാക്ഷിയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെട്ടു. ഇങ്ങനെ ഒരുപാട് നൂലാമാലകൾ കയറി ഇറങ്ങിയാണ് ഈ കേസ് ഈ ഒരു ഘട്ടത്തിലെത്തിയത്. പക്ഷേ നേരത്തെ, അതായത് ഇതിൻ്റെ പ്രത്യേക കോടതി രൂപീകരിച്ച് കുറ്റക്കാരായി കണ്ടെത്തിയൊരു കേസിൽ അതിൽ ഹൈക്കോടതി ഇടപെട്ട് ഇങ്ങനെ ഒരു നിരീക്ഷണം കൂടി പറയുമ്പോൾ, അല്ലെങ്കിൽ ഇവരെ കുറ്റവിമുക്തരാകുമ്പോൾ അതിൻ്റെ ഗൗരവം ഇരട്ടിക്കുകയാണ്. കാര്യം ഇവിടെ മറ്റൊരു സംഗതി കൂടിയുണ്ട്. ഇതൊരു മനുഷ്യാവകാശ പ്രശ്നം കൂടിയാകുന്നു. നമുക്ക് ഇങ്ങനെയും സംശയിക്കാമല്ലോ, ഈ പിടിയിലായവർ യഥാർത്ഥത്തിൽ കുറ്റക്കാരല്ല എങ്കിൽ അവർ ഈ 19 വർഷമായിട്ട് അനുഭവിച്ച ജയിൽവാസത്തിന് ആര് സമാധാനം പറയും? ഇനി അവർ കുറ്റക്കാരാണെങ്കിൽ ഈ പ്രോസിക്യൂഷൻ എന്തുകൊണ്ട് ജാഗ്രതയില്ലാതെ പ്രവർത്തിച്ചു? അപ്പോൾ ഇങ്ങനെ പല ചോദ്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. പക്ഷേ ഇതൊരു ഭീകരാക്രമണം തന്നെയാണ്. ഭീകരവാദ സംഘടന ഈ സംഭവത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവത്തിൽ ഈ ഗുരുതരമായൊരു വീഴ്ച ഉണ്ടായപ്പോൾ അത് അതീവ ഗൗരവ സ്വഭാവമുള്ളതാണ്. ഏതായാലും ഈ കേസിൽ ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണല്ലോ ഇവരെ കുറ്റവിമുക്തരാക്കിയത്. സ്വാഭാവികമായിട്ടും ഇതൊരു ഗൗരവ സ്വഭാവമുള്ള കേസായതുകൊണ്ട് ഇത് മേൽക്കോടതികളിൽ ഒരുപക്ഷെ ചലഞ്ച് ചെയ്യപ്പെട്ടേക്കാം. ഇത് അപ്പീൽ പോകാൻ സാധ്യതയുണ്ട്. ഉറപ്പായിട്ട് അതിന് തന്നെയാണ് സാധ്യത. പക്ഷേ അപ്പോഴും ഈ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇങ്ങനെ കണ്ടെത്തിയ ഇത്തരം വസ്തുതകൾ അവർ കണ്ടെത്തിയ വിലയിരുത്തിയ സ്ഥിതിക്ക് കേസിൻ്റെ തുടർന്നുള്ള ഭാവി എങ്ങനെയാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് ആശങ്കയുണ്ട്.